KTU 2019 scheme Civil Engineering S7 Design of Steel Structures in the 5th module theory ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് റൂഫ് ട്രസ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ലാർജ് കോളം ഫ്രീ ആയിട്ടുള്ള ഏരിയാസ് വേണമെന്ന് വിചാരിക്കുക, ലൈക്ക് ഓഡിറ്റോറിയംസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹാള്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നടുക്കൊന്നും കോളം ഫ്രീ ആയിട്ടുള്ള ഒരു വേക്കൻറ്റ് സ്പേസ് കുറേ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോമൺലി പ്രിഫർ ചെയ്യുന്ന റൂഫിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ട്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്റ്റീലിൻ്റെ റൂഫായിരിക്കും നമ്മൾ കോമൺലി അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റൂഫ് ട്രസ്സസ് എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് ഭിത്തിയുടെ മേലെ ആയിരിക്കും ഇവിടെ ഇരിക്കുക, അപ്പോൾ അല്ലെങ്കിൽ രണ്ട് സപ്പോർട്ടിലേക്ക് രണ്ട് കോളത്തിൻ്റെ മേലെ ആയിരിക്കും റൂഫ് ട്രസ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൂഫിൻ്റെ ഒരു ഫിഗറാണ്, ഒരു ട്രസ്സിൻ്റെ ഒരു ഫിഗറാണ്. അതിൻ്റെ പാർട്സൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൽ വരുന്ന മെയിനായിട്ടുള്ള പാർട്സാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ അല്ലെങ്കിൽ ടോപ്പ് കോഡ്. പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിഡ്ജ് പോയിൻറ്റിനെയും എൻഡ് പോയിൻറ്റിനെയും കൂടെ കണക്ട് ചെയ്യുന്ന മെമ്പറിനെയാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. പെർലൈൻസ് എന്ന് പറയുന്നത് എന്താ, രണ്ട് ട്രസ്സുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ വെക്കുന്നതാണ് പെർലൈൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെർലൈൻസ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ യൂസ്ഡ് സപ്പോർട്ട് ചെയ്യുന്നത് പാനൽ പോയിൻറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പെർലൈൻസിൻ്റെ സ്പേസിങ് 1.35 to 2 മീറ്ററാണ് കോമൺലി പ്രൊവൈഡ് ചെയ്യാറ്. ഇനി റൂഫിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് GA ഷീറ്റ്, AC ഷീറ്റൊക്കെയാണ് കോമൺലി കൊടുക്കുക. അതിൻ്റെ ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു 100 to 150 Nm/m² റേഞ്ചിലാണ് GA ഷീറ്റിന് വരെ. AC ഷീറ്റ് ആണെങ്കിൽ 170 to 250 m² റേഞ്ചിൽ വരും. ഇപ്പോൾ ഈ ഇതിനകത്ത് നമ്മുടെ ട്രസ്സിൻ്റെ അകത്ത് പാർട്സൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. അത് ചോദിക്കാറുണ്ട്, ഫിഗർ വരച്ചിട്ട് ജസ്റ്റ് ആ പാർട്സൊക്കെ ഒന്ന് ഏതൊക്കെയാണെന്ന് പറയാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ പിച്ചാണ്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ടു സ്പാൻ റേഷ്യോ ആണ്. അപ്പോൾ അത് GA ഷീറ്റ് ആണെങ്കിൽ നമ്മളൊരു 1/6 എന്നും AC ഷീറ്റ് ആണെങ്കിൽ ഒരു 1/12 എന്നുമാണ് കോമൺലി അത് പ്രൊവൈഡ് ചെയ്യാറ്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് ഡിസൈൻ ചെയ്യാൻ നേരത്തെ ട്രസ്സിൻ്റെ സെൽഫ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 20 + 6.6 × L എന്ന് പറഞ്ഞ സ്പാനാണ്. ദെൻ ഈവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ട് ആയിട്ടുള്ള റൂഫ് ട്രസ്സിൻ്റെ ബോട്ടം എഡ്ജിനെയാണ് ഈവ്സ് എന്ന് വിളിക്കുന്നത്. ഷൂ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം കോഡിൻ്റെ ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ആംഗിളാണ് ഷൂ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രസ്സിനകത്ത് വരുന്ന, അതായത് സപ്പോർട്ടിൽ കൂടെ വരുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, ആ റിയാക്ഷൻ നമ്മൾ ഇത് കൊടുക്കുന്നത് ട്രാൻസ് സപ്പോർട്ടിലേക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഷൂ ആംഗിളിൽ കൂടെ ആയിരിക്കും കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ട്രസ്സസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ്, നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ഏതൊക്കെയാണ് ട്രസ്സിന് കിട്ടുന്നത്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഷേപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ദെൻ എക്സെൻട്രിക് കണക്ഷൻ. എക്സെൻട്രിക് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ട്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്പറിനകത്ത് കുറേ ബോൾട്ട് വെച്ചിട്ട് കണക്ഷൻ കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലോഡ് പാസ് ചെയ്യുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ബോൾട്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ അല്ല എന്ന് വിചാരിക്കുക. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും, എക്സെൻട്രിക് കണക്ഷൻ എന്ന് വിളിക്കും. ഈ എക്സെൻട്രിക് കണക്ഷൻ തന്നെ രണ്ട് ടൈപ്പായിട്ടാണ് മെയിനായിട്ട് വരാറ്. ഒന്ന്, നമ്മുടെ ഈ ബോൾട്ടിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ബോൾട്ട് ഗ്രൂപ്പിൻ്റെ പ്ലെയിനിൽ കൂടെ എക്സെൻട്രിക് ലോഡിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നതും, രണ്ട് ഗ്രൂപ്പ് ഓഫ് ബോൾട്ടിൻ്റെ പ്ലെയിനും പെർപെൻഡിക്കുലറായിട്ട് ലൈൻ ഓഫ് ആക്ഷൻ വരുന്നതും. അടുത്തത് ഫയർ റെസിസ്റ്റൻറ്റ് ഡിസൈനാണ്. ഇപ്പോൾ ഫയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ബിൽഡിങ്ങിനകത്ത് വരുന്ന എലമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു എബിലിറ്റിയാണ്. കൂടുതൽ എക്സ്പോഷർ ടു ടെമ്പറേച്ചർ, അതായത് ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചറോ പ്രഷർ കണ്ടീഷൻസ് ഒക്കെ വന്നാൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കണ്ടീഷനെയാണ് നമ്മൾ ഫയർ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഫയറിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റുകളുണ്ട്. അതിൽ വരുന്നതാണ് ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുക, അതായത് ടെമ്പറേച്ചറിനെ കടത്തിവിടാതെ ഒരു ബൗണ്ടറി ആയിട്ട് ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുക. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോൾ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് ഈ ചൂടോ അല്ലെങ്കിൽ തീ, അതിൻ്റെ പുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രാവൽ ചെയ്യാതെ നമുക്ക് സീൽ ചെയ്യുന്നതിനാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫയർ വന്നാലും അതിൻ്റെ ബാക്കിയുള്ള ലോഡുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാകാതിരിക്കും. ദെൻ മെറ്റീരിയൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. നമുക്കറിയാം സ്റ്റീൽ എന്ന് പറയുന്നത് എന്താ, ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ തെർമൽ എക്സ്പാൻഷൻ, സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, സ്ട്രെങ്ത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഒരു 300 ഡിഗ്രി സെൽഷ്യസിന് എബവ് ആയിട്ട് ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും സ്റ്റീൽ എന്ത് ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയാനായിട്ട് തുടങ്ങും. എന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 800 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമുക്ക് സ്റ്റീലിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവ് പറയുക. അത് നോർമൽ സ്റ്റീലിന്. ഇനി ഫയർ റെസിസ്റ്റൻ്റ് സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും TMT സ്റ്റീൽ, അതായത് തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് സ്റ്റീൽ എന്നാണ് വിളിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിനെയും കൂടെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള പുതിയ ടൈപ്പ് സ്റ്റീൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് TMT സ്റ്റീലുകൾ.
അത് കോമൺലി കുറച്ചുകൂടെ ഓർഡിനറി സ്റ്റീലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫയർ റെസിസ്റ്റൻ്റ് ആണ്, കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ, അതായത് നമുക്കൊരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താലും നോർമൽ സ്റ്റീലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടിയൊക്കെ അത് നമുക്ക് സ്ട്രെങ്ത് ഓഫർ ചെയ്യുന്ന ടൈപ്പ് സ്റ്റീലാണ് ഫയർ റെസിസ്റ്റൻറ്റ് സ്റ്റീൽ എന്ന് പറയുന്നത്. ദെൻ പാസീവ് ഫയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫയർ പ്രൊട്ടക്ഷൻ അതിൻ്റെ എല്ലാത്ത് ആ ഒരു കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് കമ്പാർട്ട്മെൻ്റ് ആക്കി എടുക്കുക. നമ്മളൊരു ഓവറോൾ ബിൽഡിങ്ങിന് ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആക്കുക യൂസിങ് ഫയർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള വാൾസ്, ഫയർ റെസിസ്റ്റൻറ്റ് ഫ്ലോറ്, അതേപോലെ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡോറ്, അങ്ങനത്തെ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റോപ്പുകൾ, ഫയർ സ്റ്റോപ്പ്, ഫയർ എക്സ്റ്റിങ്യൂഷർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ കമ്പാർട്ട്മെൻ്റ് ആക്കി തിരിക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫയർ വരുന്ന സമയത്ത് തീപിടുത്തമുണ്ടായാൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന തീയ്, പുക, അങ്ങനത്തെ സാധനങ്ങളൊന്നും മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാവൽ ചെയ്യാതെ അതിനെ ഐസൊലേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് പാസീവ് ഫയർ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ മൊമെൻ്റ് കപ്പാസിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇത് എന്തോരം ടെമ്പറേച്ചർ കാരണം എന്തോരം ഇത് എക്സ്ട്രീം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എലിവേറ്റഡ് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന മൊമെൻ്റ് കപ്പാസിറ്റി എടുക്കും. അതുപോലെ തന്നെ ഫയർ ലിമിറ്റിംഗ് സ്റ്റേറ്റിൽ വരുമ്പോഴുള്ള മൊമെൻ്റ് കപ്പാസിറ്റി എടുത്തിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം വരെ ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, എത്ര മൊമെൻ്റ് കപ്പാസിറ്റി ഉണ്ടാവുന്നുണ്ട്, എത്ര ടെമ്പറേച്ചർ വരെ സസെപ്റ്റബിൾ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറെ ഡിഫറെൻറ്റ് ഫയർ ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും ടെമ്പറേച്ചറിൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത്.